നമസ്കാരം. ശബരിമല സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്നത് 60 വയസ്സിന് ശേഷമാണ്. ചിത്രയുടെ വലിയൊരു ആഗ്രഹമാണ് ശബരിമല പോകാൻ. അറ്റ്ലീസ്റ്റ് ശബരിമല പോയില്ലെങ്കിൽ പമ്പ വരെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുന്നു കുറേ കാലമായിട്ട് എന്നോട് പറയുന്ന. ഇന്നലെ സത്യ അവധി കഴിഞ്ഞ് വന്നു, അപ്പം അവധിക്ക് വന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഞായറാഴ്ച ഒരു ശബരിമല ട്രിപ്പ് പമ്പ വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ കണ്ടില്ലേ ഐശ്വര്യത്തിന്റെ മഴയും പെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഗേറ്റ് തുറക്കാം. ഗോ 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 ഗോ. മത്സരം ഇവിടെ ഗേറ്റ് തുറക്കാൻ. ഇതാ കണ്ടില്ലേ ശബരിമല, ഇവിടെ ഒന്ന് ലെഫ്റ്റിലേക്ക്. വാവ്, സൂപ്പർ അല്ലേ? നോക്കി എത്ര നേച്ചർ ഇത്രമാത്രം കനിഞ്ഞനുഗ്രഹിച്ചൊരു സ്ഥലം നമ്മുടെ അടുത്തൊന്നുമില്ല. സത്യ എങ്ങനെയുണ്ട്? തിരക്കുകൾ ഇന്ന് കണ്ടില്ലേ? ഇത് കാമായിട്ടുള്ള സ്ഥലം. വാവ്, ഇത് ശരിക്കും വെയിൽ ഉറച്ചു. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മിസ്റ്റ് മുഴുവൻ ഇവിടെ ഇങ്ങനെ മഞ്ഞ് മൂടി കിടന്നേന്. പൈനാപ്പിൾ തോട്ടം, ഫുൾ പൈനാപ്പിൾ തോട്ടം. അവിടെ മുഴുവൻ പൈനാപ്പിൾ തോട്ടം. നോക്കി, ഇവിടെ അന്ന് വന്നപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഈ സീസണിലൊക്കെ അനാവശ്യമായ ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര സെക്യൂരിറ്റി കേൾക്കുന്നത്. ഇവിടെ തൊട്ട് തിക് ഫോറസ്റ്റ് ആണ്. കണ്ടല്ലേ? കാണത്തില്ല ശരിക്കും. അതിനെന്തോ അസുഖം ഉണ്ടെന്ന്. അതല്ല, ഇത് കുരങ്ങന്റെ സൈഡിൽ ഒരു സഞ്ചിയുണ്ട്. ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്ത് ഭക്ഷണം നിറച്ചു വെക്കും. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോ അണ്ണന്മാരിരുന്ന് ചവയ്ക്കും. ഇത് തേറ്റയാണ്, പന്നി. ഇത് ഉപദ്രവിക്കുന്ന പന്നിയാണ്. ഇത് കണ്ടില്ലേ? ഈ കുടിലുകളൊക്കെ ആദിവാസികൾക്ക് പെർമിഷൻ ഉണ്ട്. ഇവിടെ ഇവർക്ക് കുടിൽ വെക്കാം, മറ്റാർക്കും പറ്റത്തില്ല. കോഷൻ എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് സ്ലോലി. ഇതാണ് ഈറ. ഈറ ഉള്ളിടത്തെല്ലാം ആന വരുമെന്നാണ്. ഈറ തിന്നാൻ വേണ്ടി ആന വരും. ഈറ ഇതാണ്, കണ്ടോ? ആനപ്പിണ്ടം കണ്ടോ? ഇത് ആന ഇറങ്ങുന്നതാണ്. ഇവിടുന്ന് പൂങ്കാവനം തുടങ്ങുന്നത്. ഇത് കണ്ടില്ലേ? ഞങ്ങളിപ്പം കാടിന് നടുക്കാണ്. ഈ റോഡ് ഇതിനിടയ്ക്കൂടെ പോവാണ്. കണ്ടില്ലേ? ഇവിടെ മുഴുവൻ ഇവിടെ പുറത്ത് സൗണ്ടൊക്കെ കേൾക്കാം. ഓ, ജീവികളുടെ സൗണ്ടാ. എടാ വാട, മൊബൈൽ പരിപാടി. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ലല്ലോ. ഇവിടെ വല്ലപ്പോഴെങ്കിലും ഈ നഗരത്തിന്റെ തിരക്ക് നിന്ന് ഇതുപോലെ നേച്ചറിന്റെ ഡെപ്തിലേക്ക് വരണം. സത്യം വാട പേടിച്ച് നിൽക്കുകയാണോ? പുലി ഇറങ്ങുന്നത് പേടിച്ച് നിൽക്കുകയാണോ? ഇത് ഇവിടെ നിലയ്ക്കൽ ക്ഷേത്രം. സത്യ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. ഏറ്റാടയില്ല, ക്യാമറ പിടിക്കാൻ കൊടുത്തത്. കണ്ടോ? ചിത്ര എത്രാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ശബരിമല വന്നേ? ഞാന് 10ാമത്തെ വയസ്സില്, 10 വയസ്സിലാ വന്നത്. ഓർമ്മയുണ്ടോ? പമ്പയെ കുളിച്ചായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് മലയാവട്ടിയെ ഓർക്കുന്നുണ്ട്. 18ാം പടി കയറിയ ഓർക്കുന്നുണ്ട്. 18ാം പടി കയറിയ പോലീസുകാര് പിടിച്ച് അലിച്ചു കയറ്റുന്നതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. അഭിരാമി 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കും. 3ാം ക്ലാസ്. എന്തൊക്കെയുണ്ട് മോടെ ഓർമ്മ? പമ്പ, പിന്നെ പമ്പ തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. പമ്പ തുണി. ഇപ്പൊ പമ്പ തുണിയൊന്നുമില്ല, എല്ലാം ക്ലീനാ. സത്യ നമ്മളെ എത്ര പ്രാവശ്യം വന്നടാ മോനെ? നമ്മള് കുറച്ച് തവണ വന്നു. കണ്ടില്ലേ? വനമില്ലെങ്കിൽ ജലമില്ല, ജലമില്ലെങ്കിൽ ജീവനില്ല. ഇത് ആധുനിക ലോകത്ത് ഇതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? പമ്പ ബസ് സ്റ്റോപ്പാണിത്, ബസ് സ്റ്റേഷൻ. ഒറ്റ ആളില്ല, അല്ലാത്ത ഭയങ്കര തിരക്കായിട്ട്. ഇവിടെ ഒറ്റ ബസ്സിലാണ്. ഇതാ ബസ് സ്റ്റാൻഡ് പമ്പ. സീസണിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇതാണ് ഇത്ര പമ്പയിലോട്ട് ഇറങ്ങുന്ന വഴി. ഇതുവഴിയാണ് പമ്പയിലോട്ട് പോകുന്നത്. കണ്ട, ഇതാണ് പമ്പ. കാണണ്ട, ഇതാണ്ട് ഇതോ നോക്കൂ. ആള് പോലും ഇവിടെ ഇല്ല കേട്ടോ. ചിത്ര അങ്ങോട്ടാ പോകുന്നത്. ചിത്ര ഈ സമയത്ത് ഇവിടെ എന്നാ തിരക്കായിരുന്നു. ഞാൻ പമ്പാ നദി കണ്ട. പിന്നെ ചിത്രയുടെ വലിയ ആഗ്രഹമായിരുന്നു പമ്പാ നദി കാണുക. എത്ര പ്യൂറായിട്ടുള്ള വെള്ളമാണെന്നറിയാമോ പമ്പ? ഈ പമ്പ ഉത്ഭവിക്കുന്ന കുറച്ച് ഷോർട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ.
അവിടെ നിന്നാണ് ഒഴുകി പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വെള്ളം കളക്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. കണ്ടോ? നീ ഇറങ്ങി ഇവിടെ ഇറങ്ങി നിൽക്കേ, ഇവിടെ ഇറങ്ങി നിൽക്കേ, ഇറങ്ങ്. ആ ഇറങ്ങ്, നീ അവിടെ ഇറങ്ങിക്കേ, നീ അവിടെ ഇറങ്ങിക്കേ. മുങ്ങിക്കേ എത്ര 2 കൽപ്പിച്ചേ. സീസൺ സമയത്ത് നമുക്ക് ഇതുപോലെ നടക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ശരണവിളികളും അയ്യപ്പന്മാരും ഭയങ്കര ബഹളമായിരിക്കും. എന്ത് സൈലന്റ്. ഹലോ എന്ത് തോന്നുന്നു ഇത്രേ? ഇവിടെ തേങ്ങ അടിക്കുന്നു. അതുകൊണ്ട് അവിടെയാണ് കെട്ട് നിറയ്ക്കുന്നത്. അവിടെ കണ്ടോ? നല്ല കാറ്റടിക്കുന്നുണ്ട് അവിടെ വരെ. ഇത് ഇങ്ങോട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. സ്ത്രീകൾക്ക് ഇവിടെ വരെയുള്ള പ്രവേശനം. പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റില്ല. തിരിച്ചു പോകാം. സ്ഥലമാണ്. ചിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കാണുക എന്നുള്ളത്. എന്ത് തോന്നുന്നു ഇത്രേ? എനിക്കിവിടെ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു പമ്പ വരെയെങ്കിലും ഒന്ന് വരണമെന്ന്. പക്ഷേ ഇപ്പം കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു പവർ ഹൗസ് പോലെ തോന്നുന്നുണ്ട്. ശരിക്കും അത് മാത്രമല്ല, ഈ ശരി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ യാത്രകളൊക്കെ പോകുന്ന ഈ അവധിക്കാലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ പുറത്തൊക്കെ തിരക്കുകളുടെയൊക്കെ ഇറങ്ങാൻ പോകും. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും നേച്ചറോട് അത്രമാത്രം നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്കൊരു എനർജി കിട്ടും. ശബരിമലയ്ക്ക് ഇത്രമാത്രം പോസിറ്റിവിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഇവിടുത്തെ പ്രകൃതി തന്നെയാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഈശ്വരൻ ഇവിടെ ഉണ്ടെന്ന് പറയും. പൂങ്കാവനം എന്നൊക്കെ പറയുന്നത് 100% ശരിയാണ്. അത്രമാത്രം ഒരു പോസിറ്റിവിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യും ഈ സീസൺ അല്ലാത്ത സമയത്ത് പോലും. അപ്പോൾ എന്തായാലും സത്യം എൻജോയ് ചെയ്തു അല്ലേ? അഭിരാമി ക്യാമറ വുമൺ എൻജോയ് ചെയ്തോ? ഓക്കെ. അപ്പോൾ നമുക്കിനിയും തിരിച്ചു പോകാം. എവിടെയെങ്കിലും പോയി ചെറിയ കടയൊക്കെ ഉണ്ട്, അവിടെ പോയി കഴിച്ച് പോകുന്ന വഴി കാണാം. അവിടെ കഴിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം.